4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് കാളിപ്പാറ ജല അതോറിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. വാർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ജല അതോറിറ്റി പമ്പിംഗ് ഓഫീസ് ഉപരോധിച്ചത്. നെയ്യാറ്റിൻകരയിലും കള്ളിക്കാടും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയതോടെയാണ് കള്ളിക്കാട് കാളിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. മോട്ടോർ കത്തിപ്പോയതിനെ തുടർന്നാണ് കുടിവെള്ളം നിലച്ചതെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. എറണാകുളത്ത് നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ എത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും ഇവർ അറിയിച്ചു. എന്നാൽ കുടിവെള്ളം ലഭ്യമാക്കാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ലെന്ന് കോൺഗ്രസ് വാർഡ് അംഗങ്ങൾ അറിയിച്ചു. 8 മണിയോടെ പൂർണ്ണമായും അറ്റകുറ്റപ്പണികൾ നടത്തി ഇന്ന് രാത്രി തന്നെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നാളെ രാവിലെയോടെ മാത്രമേ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തുകയുള്ളെന്നും അറിയിച്ചു. ഞാനിത് റെക്കോർഡിംഗ് അല്ല, ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. മനസ്സിലായില്ല? ഇന്ന് 4 ദിവസം കൊണ്ട് വെള്ളം കിട്ടുന്നില്ല. അറിയാമോ? ഇന്ന് 4 ദിവസം കൊണ്ട് അവർ പറയണത് നമ്മളിവിടെ വന്ന് ഷോ കാണിക്കണയാണ്, കളിയാക്കണെന്നാണ് അവർ വിചാരിക്കുന്നത്. ആളിൽ അശ്വതി, നമ്മളിവിടെ ഇപ്പൊ വാട്ടർ അതോറിറ്റിയില്ല, കാളിപ്പാറയിൽ നിൽക്കുകയാണ്. ഇന്നലെ മുതൽ അവരോട് നിങ്ങൾ വിളിക്കുന്ന അനുസരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു. പരിഹാരം ഉണ്ടായില്ല. ഇന്ന് രാവിലെ തൊട്ട് ഇപ്പൊ 1 മണിക്കൂർ എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, പഞ്ചായത്ത് മെമ്പർമാരും വിജയേന്ദ്ര ഉൾപ്പെടെയുള്ള ആളുകൾ, മാത്തിക്കുട്ടി, ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ ഇവിടെ വന്നു. നിങ്ങൾ ആവലാതിയാണ്. നമ്മളിവിടെ വന്ന് അവരുടെ നേരിട്ട് അന്വേഷിച്ചിട്ട് ഇവിടെ ഒരു എ ഇല്ല, ഇവിടെ AXC ഇല്ല, ആരുമില്ല. ഒരു 2 ജീവനക്കാർ മാത്രമുണ്ട്. അതാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പോൾ ആരടുത്ത് പറയാൻ പറ്റും? അത് ഇന്ന് രാവിലെ തൊട്ട് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നത്. തന്നെ ശരി, ഒരുപാട് ആളുകൾ ഇതേപോലെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ നേരിട്ട് വന്നത്. മനസ്സിലായില്ലേ? വിളിക്കുകയാണ്, ഇങ്ങനെ ആളുകൾ നിരന്തരം വിളിക്കുകയാണ്. നമ്മൾ ആരെയും മോശക്കാരാക്കാൻ വേണ്ടി വന്നതോ പറയുന്നതോ അല്ല. കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക്. ഇല്ല, AXC ഇല്ല, ആരുമില്ല. ഈ താലൂക്കിൽ മൊത്തം വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്, കാളിപ്പാറ ശുദ്ധജലത്തിൽ. ആഴ്ച 2 ദിവസം ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിടുന്നുണ്ട്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറയട്ടെ, 2 ദിവസം ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാറില്ലേ? ബുധനും വ്യാഴവും 2 ദിവസം, ബുധനും വ്യാഴവും 2 ദിവസം ശുചീകരണത്തിൽ. ഇപ്പോഴത്തേത് മാറ്റിയത് അത് തന്നെ. ഇതായതുകൊണ്ട് നിങ്ങൾ അത് തിരിച്ച് മെസ്സേജ് ഇട്ടു. ആഴ്ചയിൽ ബുധനും വ്യാഴവും വെള്ളം കിട്ടുന്നില്ല, ബുധനും വ്യാഴവും വെള്ളം കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ വെറുതെ അടച്ചിട്ടിരിക്കുന്നതാണോ പറഞ്ഞൂടാ. ബുധനും വ്യാഴവും വെള്ളം ഇല്ല, ഇവിടെ വെള്ളം കൊടുക്കില്ല. ചോദിക്കുമ്പോൾ പറയുന്നത് ശുചീകരണമാണ്. ഇത് ദീർഘനാളുകൾ കൊണ്ട് ചെയ്യേണ്ടതാണ്. കാളിപ്പാറ ശുദ്ധജല കുടിവെള്ള പദ്ധതി ഇന്ന് 4 ദിവസങ്ങൾ കൊണ്ട് പ്രവർത്തനരഹിതമാണ്. 26-ാം തീയതി രാവിലെ മുതൽ ഇതെന്താണ് പ്രശ്നമെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ ഉച്ചയ്ക്ക്, വൈകിട്ട് ഇപ്പം ശരിയാവും എന്നുള്ള മറുപടികളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പറയുന്നത് ഇവിടുത്തെ ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആണ്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫിൽട്ടർ കംപ്ലൈൻറ്റ് പരിഹരിച്ചാൽ ഉടൻ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ കിട്ടുന്നു. ഇപ്പം ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം വരുന്നില്ല. പൊതുജനങ്ങൾ നിരന്തരം മുന്നറിയിപ്പില്ലാതെ കുടിവെള്ളം നിർത്തിയപ്പോൾ പൊതുജനത്തിന് ഇത് വലിയ ഒരു ബുദ്ധിമുട്ടായി മാറി. വെള്ളം ശേഖരിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങളൊന്നും നടക്കാതെ വരുന്നു. പലരും സ്വന്തമായി കിണറുകളില്ലാത്തവരാണ്. അവർ ഈ കാളിപ്പാറ ശുദ്ധജല പദ്ധതിയുടെ വെള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത്. കുളിക്കാനും കുടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഈ വെള്ളത്തിനെ ആശ്രയിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള ഈ 3-4 ദിവസം വെള്ളം കിട്ടാതെ വന്നത് വലിയ ദുരന്തവുമായിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനൊരു പരിഹാരം കാണാൻ തയ്യാറാവാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇത് സ്വാഭാവികമായും ഒരു അനാസ്ഥയാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ കാണിക്കുന്ന അനാസ്ഥ, ഇലക്ട്രിക് തകരാറായാലും ട്രാൻസ്ഫോമറിന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് ഇത്രയും സമയം എടുക്കേണ്ടി വരുമോ? അത് കണ്ടുപിടിക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥരില്ലേ? 3-4 ദിവസം എടുത്തേ ഒരു പ്രശ്നം പരിഹരിക്കാവൂ
കഴിയൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഒരു എഇക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. കാട്ടാക്കട വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ താലൂക്കിലെ മൊത്തം ആളുകൾക്കും കുടിവെള്ളം കൊടുക്കുന്ന സംവിധാനമാണ്. അതിനിവിടെ ഒരു എഇ നിലവിലിപ്പോൾ എഇ ഇല്ല. നെയ്യാറ്റിങ്കര എഇക്കാണ് ചാർജ്. ആ എഇയെ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, ഫോൺ എടുക്കുന്നതേ ഇല്ല. എഇക്സ് വിളിക്കുമ്പോൾ എഇ അവിടെയുണ്ട്, എഇയോട് സംസാരിക്കണമെന്ന് പറയുന്നു. എഇയെ കാണുന്നതിന് ഉച്ചയ്ക്ക് കാട്ടാക്കട പോകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ എഇ അവിടെ ഇല്ലാന്ന് അറിഞ്ഞു. അങ്ങനെ എഇ അന്വേഷിച്ച് 4 മണിക്ക് നമ്മൾ ഇവിടെ വന്നപ്പോൾ എഇ ഇവിടെയും സ്ഥലത്തില്ല. ഈ ശുദ്ധജല പദ്ധതി നടത്തുന്ന സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വന്ന് പാവപ്പെട്ട ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരൻ ഇവിടെ ഇല്ല. അവിടെ ഇപ്പോൾ ഒരു കരാറുകാരെ ഏൽപ്പിച്ചിരിക്കുന്നു. അവര് പണി ചെയ്യുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. നമ്മൾ വന്ന് കണ്ടപ്പോൾ അവർ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്നു, അവരുടെ ബുദ്ധിമുട്ട് പറയുന്നു. പക്ഷെ ഇത് ഇന്നലെ ചെയ്യാമായിരുന്ന കാര്യമാണ്, ഇന്നലെ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമാണ്. ഇനി ഒരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞാലേ കൊടുക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇന്ന് വെള്ളം കിട്ടില്ല എന്ന് ഉറപ്പാണ്. നാളെയെങ്കിലും വെള്ളം കൊടുക്കാൻ അവർ കഴിഞ്ഞാൽ അതൊരു പുണ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇല്ലെന്നൊരിയിൽ ഇങ്ങനെയുള്ള ആളുകളെ തീറ്റിപ്പോറ്റി പോയിട്ട് കാര്യമില്ല. ശക്തമായി ജനങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരുമ്പോഴും ജനങ്ങൾ പ്രതിഷേധിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ എന്ന നിലയിലേക്ക് പോകുന്നത് പ്രതിഷേധാർഹമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരെയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ വിജയചന്ദ്രൻ, മാത്തുക്കുട്ടി, ഷാജി, ജനാർദ്ദനൻ ഉൾപ്പെടെയുള്ള നമ്മൾ നേതാക്കൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് എന്താണെന്ന് ഈ സംഭവം നേരിട്ട് കാണാനും അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനും വേണ്ടി വന്നത്. കാളിപാറ ശുദ്ധജല പദ്ധതി തുടങ്ങിയിട്ട് 10-15 വർഷമായി. പക്ഷെ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ ഈ കഴിഞ്ഞ 3 നാളുകൾ കൊണ്ടാണ് ഉണ്ടായത്. നേരത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ജീവന്റെ ആധാരമായ ജലം അത് കിട്ടിയില്ല എങ്കിൽ ജനം പ്രതികരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഈ നെയ്യാറ്റിങ്കര താലൂക്കിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടുമുമ്പ് തന്നെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ശബ്ദം നിങ്ങളുടെ ഇതില് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്കിവിടെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. നേരത്തെ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട എഇ സാധാരണ ഏത് പ്ലാന്റിലായാലും, ഇതൊരു പ്രൈവറ്റ് പ്ലാന്റ് ആണെന്ന് വെച്ചോളൂ നിങ്ങൾ. ഒരു പ്രൈവറ്റ് പ്ലാന്റ് ആണെങ്കിൽ ഇങ്ങനെ 4 ദിവസം കിടക്കുമോ, അല്ലെങ്കിൽ 3 ദിവസം കിടക്കുമോ? വളരെ പെട്ടെന്ന് 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറിനുള്ളിൽ ഒരു പകുതി ദിവസം കൊണ്ട് ഇത് പൂർണ്ണമായി ഇതിന് പരിഹാരം കണ്ട് സാധാരണക്കാരന് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ഇത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമായതുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ അനാസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് മെനഞ്ഞാന്ന് 3 ദിവസത്തേക്ക് മുമ്പേ വെള്ളം പമ്പ് ചെയ്തപ്പോൾ ട്രാൻസ്ഫോറിന് കേടുവന്നെന്ന് അറിഞ്ഞു. അത് ഇന്നലെ കൊണ്ട് അതിന്റെ കേബിൾ അന്വേഷിച്ച് നടക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കിണറുകളില്ലാത്ത എത്രയോ വീടുകളുണ്ട്, ഉയർന്ന പ്രദേശങ്ങളുണ്ട്, പാങ്കാട് പോലുള്ള, അതുപോലെ പുലിക്കുഴി പോലുള്ള, അതുപോലെ മരക്കുന്നം പ്രദേശങ്ങള് വളരെ ദുരിതത്തിലായി പോകും. അവരൊക്കെ ഈ പൈപ്പ് വെള്ളം ആശ്രയിച്ചാണ് അവർ കഴിയുന്നത്. അത് കിട്ടാതെ വരിക എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. താലൂക്കിൽ മൊത്തം ഇത് അനുഭവപ്പെടുകയാണ്. എത്രയെങ്കിലും ഉയർന്ന പ്രദേശങ്ങളുണ്ട്, ആ പ്രദേശങ്ങൾ വെള്ളം കിട്ടാതെ വരിക എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് വെള്ളം വേണ്ടി. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് നിൽക്കും? ഇതിന് പരിഹാരം കാണണം.